ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് നേരത്തെ എഴുന്നേറ്റും 1-2 പരിപാടിയുണ്ട്. എന്താ വെച്ചാൽ കൈ നല്ല ഭേദമുണ്ട് കേട്ടോ. നല്ല ഞാൻ പ്ലാസ്റ്ററും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അല്ല ഇതൊന്നും ഇട്ടിട്ടില്ല. അവിടെ ചോരക്ക് കല്ലിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അത് പോയാൽ എക്സ്റേ എടുത്ത് നോക്കണം, പൊട്ടുണ്ടോയെന്ന് അറിയാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ആ ഗുളികമ്മേൽ തന്നെ മാറി. അപ്പോൾ മറ്റന്നാൾ വലിയ പെരുന്നാളാണ് ഗായ്സ്. അപ്പോൾ അതിന് ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. ഞാൻ കസവ് കേന്ദ്രയിൽ പോവുക തല്ലുണ്ടാക്കൂല. പക്ഷെ എനിക്ക് പറ്റാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കച്ചറ കുട്ടിച്ചെറിയായിരിക്കും. എന്താ വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂം ഹൗസ് വാമിങ്ങിൻ്റെ എത്ര പേര് കണ്ടെന്നറിയില്ല. ചിലരുടെ വിചാരം എനിക്ക് കൈക്ക് എന്തോ പറ്റിയിട്ടാണ് കൈ താഴ്ത്താതിരുന്നത് എന്നുള്ള ചിലരുടെ മന്ദ ചിന്താഗതികളുണ്ട്. സിബുണ്ട്, സൈഡിലാണ് വരുന്നത്. സിബ് ഈ സിബ് കയറുന്നില്ലടോ. അപ്പം ഞാൻ എടുക്കുന്നന്ന് അവിടുത്തെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് ഇത് കയറുമോ എന്ന്. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ ഇട്ടപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ടേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇട്ട ഡേറ്റും പോയ ഡേറ്റും ഒക്കെ അവർക്ക് അവിടെ ക്യാമറയിൽ നോക്കിയാൽ അറിയാമല്ലോ. ഒരു സ്റ്റാഫ് എൻ്റെ റൂമിൽ കയറിയിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റാഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത്. അപ്പോൾ എനിക്കതൊന്ന് എന്തെങ്കിലും ചെയ്തു തരണം. റിപ്പയർ ചെയ്തിട്ട് എനിക്ക് എന്തിന്, ഞാനന്ന് നാണം കെട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിക്കാൻ പോകണം. പിന്നെ നമ്മളെ ഭ്രാന്തിൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ, ഇക്രയിലെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് 3 വീക്സിനേക്കാണ് എനിക്ക് ഗുളിക എഴുതി തന്നത്. അതൊന്ന് കാണിക്കണം. ഇത്ര പരിപാടികളാണ് ഇന്നുള്ളത്. പിള്ളേർ പോയപ്പോൾ ഞാൻ ബസ്സിനാണ് പോണത്, കാർ എടുക്കുന്നില്ല. ചില ഡോക്ടേഴ്സിനെ നമ്മൾ ശരിക്കും ദൈവതുല്യമായിട്ട് കണക്കാക്കി പോട്ടോ. അതിലൊന്നുള്ളതാണ് കിരൺ ഡോക്ടർ. പ്രൗഡ് ചെയ്തൊന്ന് ഡോക്ടറോട്. ഡോക്ടറെ സിമ്പിൾ ഞാൻ കാണിക്കില്ല, അത് എല്ലാവരും ഓൾറെഡി ഉള്ളതാണെന്നാലും പക്ഷേ എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് പിള്ളേർ പോകാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ഡോറടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതായിരുന്നു. ചായയും കാര്യങ്ങളൊന്നും ഞാനല്ല ഉണ്ടാക്കുന്നത്, ഒക്കെ ഹോട്ടലിൽ നിന്നാണ്. കൈ വയ്യാത്തത് കൊണ്ട്. പിന്നെ അപ്പം ഞാൻ അരുണിനെ വിളിച്ചു പറഞ്ഞു, അങ്ങോട്ട് ബസ്സിന് പോയാൽ തിരിച്ചിങ്ങോട്ട് അവനാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഒന്നാമത് ഡ്രസ്സിൻ്റെ പ്രശ്നമാണ്. ഡ്രസ്സ് എനിക്ക് കൈയില്ലാത്തതുണ്ട്, അതിട്ടിട്ട് പോകണം. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കഥകളൊക്കെ. എൻ്റെ കൈ ഞാൻ വിചാരിച്ചെന്തോ പറ്റിപ്പോയി. ഈ എനിമികൾ പിരാകുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയെന്ന് വിചാരിച്ച് ഇന്നലെയൊക്കെ സങ്കടപ്പെട്ട് നിന്നതാണ്. ഇന്നേക്ക് എനിക്കൊരു കുഴപ്പമില്ല. വെറുതെ ആലേ നമ്മൾ ഓരോന്നൊത്ത് ടെൻഷനാവുന്നത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കഥകളൊക്കെ. എന്നാ ഒരു ഉറക്കമില്ല, എന്നിട്ട് ഉറങ്ങാനില്ല. ഞാൻ എപ്പോഴോ 4 മണിക്ക് കണ്ട് എഴുന്നേറ്റിട്ട്. അപ്പോൾ കുറേ വീഡിയോ ഉണ്ടായി അപ്ലോഡ് ചെയ്യാനൊക്കെ അപ്ലോഡ് ചെയ്ത് രണ്ടാമത് കിടന്നു. അപ്പോൾ എഴുന്നേറ്റ് പത്തിരി വാങ്ങി കൊണ്ടുവച്ചിട്ട് അതൊന്നും ചായയും കുടിക്കണം. കുളിക്കാൻ എനിക്കിന്ന് ഒഴിവില്ല, മുകളിലുള്ളപ്പോൾ കുളിക്കാൻ പറ്റുള്ളൂ. കൈ അനക്കണ്ടാന്ന് അനക്കിയ പ്ലാസ്റ്റർ ഇട്ടാണെന്ന് എന്നെ ബീച്ചിനെ പഠിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.